ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിഷ്ണുവേട്ടൻ എന്തിന് എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കണം? റസാഖ്, ഇതിലെന്തോ ചതിയുണ്ട്. എന്റെ വിഷ്ണുവേട്ടൻ ഇവൻ എന്തോ ചെയ്തിട്ടുണ്ട്. വിഷ്ണുവേട്ടനെ കാണാതായതിന്റെ പിന്നിലും ഇവനും ഇവന്റെ കൂട്ടാളികളുമാണ്. ഇവനെ വിശദമായിട്ട് ചോദ്യം ചെയ്ത എല്ലാ സത്യങ്ങളും പുറത്തു വരും. ഡാനിയലെ, നിന്റെ വിളച്ചിലൊന്നും ഇവിടെ എടുക്കല്ലേ. വിഷ്ണുവിനെ കണ്ടെത്താൻ വേണ്ടി ഏതറ്റം വരെ പോവാനും ഞങ്ങള് തയ്യാറായി നിൽക്കുവാടാ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ കൊള്ളും. ഇപ്പൊ കൊണ്ടതിന്റെ ഇരട്ടി കൊള്ളും. ഞാൻ പറഞ്ഞ സത്യമാണ് സാറേ. വിഷ്ണു നിങ്ങൾ കരുതുന്ന ആളല്ല, മാഡം കരുതുന്ന ആളും അല്ല. ഒരു വാടക ഗുണ്ടയായ എന്നെ വരെ കബളിപ്പിച്ച് ആ പണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും വിറ്റ കാശ് അവന്റെ കയ്യിലുണ്ട്. ആ വിഷ്ണുവിനെ ഞങ്ങൾക്കെന്നല്ല ഒരാൾക്കും ഒന്നും ചെയ്യാനാവില്ല. നീ പറയുന്നതൊക്കെ സത്യമാണോ? വിഷ്ണുവേട്ടനാണോ ആ പണവും കൊണ്ടുപോയത്? ഞാൻ എന്തിനാ മാഡം ഇനിയും നിങ്ങളെ പറ്റിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്കിനി കുറെ നാളത്തേക്ക് ജയിൽ ജീവിതം തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഭർത്താവിനെ കാണാതെ കരഞ്ഞ് വിഷമിച്ച് നടക്കുന്ന നിങ്ങളെ ഞാൻ വീണ്ടും എന്തിനാ വെറുതെ സങ്കടപ്പെടുത്തുന്നത്? ഭർത്താവിനോട് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ഞാൻ അത്രയും വലിയ തുക പറഞ്ഞിട്ടും നിങ്ങൾ അതും ഒപ്പിച്ചോണ്ട് വന്നത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ കൗളിപ്പിച്ച് ആ പണം കൊണ്ട് പോവായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതിരുന്നത് വിഷ്ണുവിനെ ഭയം തന്നെയാ. എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് എന്റെ കാലവൻ തല്ലി തകർത്തിരിക്കുക. അറസ്റ്റ് രേഖപ്പെടുത്തണ്ട. വീണ്ടും ചോദ്യം ചെയ്താൽ പല സത്യങ്ങളും ഇവൻ ഛർദ്ദിക്കും. ഇവൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്.